بسم الله الرحمن الرحيم. إلى حضرة حبيبنا سيدنا المصطفى محمد صلى الله عليه وسلم، وإلى حضرة شيخنا مربينا قدوتنا ملاذنا الشيخ محمد بن الشيخ محمد القادري الجشتي الجيلي الجاديري قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട മുരീദന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്റിന്റെ വഴിയിൽ നമ്മളുടെ ഷെയ്ഖ് തങ്ങളുപ്പാപ്പാന്റെ കദമിലായി ഉറച്ച കാൽവെപ്പുകളോടെ യഖീനോടുകൂടെ എന്നെന്നും നമ്മെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ മുഹീദ്ദീൻ മാലയിലെ വരികളെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അതിലെ വരികളുടെ ആശയവും അർത്ഥവും ആലോചിച്ചാൽ അതിരില്ലാതെ പാരാവാരം പോലെ പരന്നു കിടക്കുന്നതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നതാണ്, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ പറഞ്ഞു, വിശുദ്ധമായ മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. വളരെ കാരുണ്യത്തിന്റെ ഒരു വചനമാണ്, വരികളാണ് എന്നുള്ളത് നമ്മൾ പറയുകയുണ്ടായി. അതിന്റെ തൊട്ടടുത്ത വരി അത് അതിലേറെ ഗഹനമായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു വരിയാണ്. എല്ലാ മുരീദുകൾ താൻ താന്റെ ശൈഖെ പോൽ, എന്റെ മുരീദുകൾ എന്നെ പോലെന്നോവർ. അതിന്റെ ആശയം എന്താണ് എന്ന് അറിയില്ല, അത്രക്കും ആഴത്തിലുള്ള ഒരു വചനമാണത്. ഒരു കാരുണ്യത്തിന്റെയും ഔദാര്യത്തിന്റെയും വചനമാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വരി. അതിന്റെ ആഴങ്ങൾ അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എല്ലാ മുരീദുകൾ താൻ താന്റെ ശൈഖെ പോൽ, എന്റെ മുരീദുകൾ എന്നെ പോലെന്നോവർ. അപ്പൊ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാരുടെ ഗണത്തിലായി നമ്മൾ പെടുക എന്ന് പറയുന്നത് അത് വലിയൊരു സൗഭാഗ്യത്തിന്റെ, ഒരു വലിയ പദവിയുടെ, വലിയൊരു ഔദാര്യത്തിന്റെയും വലിയൊരു മഹത്വത്തിന്റെയും കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ അവിടുത്തെ മുരീദന്മാർക്ക് ചൊരിഞ്ഞു നൽകിയിരിക്കുന്ന മഹത്വങ്ങള്, കനിവുകള് വളരെ വലുതാണ്.
മറ്റുള്ള മശായിഖന്മാരുടെ മുരീദന്മാരെ അസൂയപ്പെട്ടു പോകും വിധത്തിലുള്ള ഔദാര്യങ്ങളും മഹത്വങ്ങളും മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ തന്റെ മുരീദന്മാർക്ക് കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ബഹജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനരായ ഷെയ്ഖ് അബുൽ മഫാഹിർ അദി ഇബ്നു ഷെയ്ഖ് അബുൽ ബറകാത്ത് എന്നവർ പറയുകയാണ്, അഖ്ബറന അബി സമയത്തു അമ്മി അഷ്ശൈഖ് അദി ഇബ്നു മുസാഫിർ റളിയല്ലാഹു അൻഹു, എന്റെ അമ്മായ അദി ഇബ്നു മുസാഫിർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് തന്റെ സത്രത്തിൽ ഇരുന്നു കൊണ്ട്, ഒരു മലയുടെ മുകളിലുള്ള സത്രത്തിൽ ഇരുന്നു കൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, മൻ യസ്അലുനി മിൻ അസ്ഹാബിൽ മശായിഖി അൻ അൽബിസഹു ഖിർഖ. മശായിഖന്മാര് ആരാവട്ടെ, അവരുടെ മുരീദന്മാരിൽ ആര് തന്നെ എന്നോട് വന്ന് അവർക്ക് ഖിർഖ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മുരീദാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാനത് ചെയ്തു ഫഅൽതു ദാലിക, ഞാനത് ചെയ്തു കൊടുക്കുന്നതാണ്. ഇല്ല അസ്ഹാബ ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, മഹാനരായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാരെ ഒഴികെ അവരെന്നോട് ഖിർഖ ധരിപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അവർക്ക് ചെയ്തു കൊടുക്കൂല. കാരണം എന്താണ്? മഹാനവറുകൾ പറഞ്ഞ കാരണമാണ് നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതും നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിലകൊള്ളേണ്ടതുമായ വിഷയം. ഫഇന്നഹും മുൻഗമിസൂന ഫിർ റഹ്മതി, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാര് മുൻഗമിസൂന, അവര് മുങ്ങി നിൽക്കുകയാണ്, ഫിർ റഹ്മതി, കാരുണ്യത്തിൽ. മറ്റൊരു മശായിഖിന്റെ ഓശാരമോ കാരുണ്യമോ മദതോ ആവശ്യമില്ലാത്ത വിധത്തിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന കാരുണ്യത്തിന്റെ സമുദ്രത്തിൽ മുങ്ങി നിൽക്കുന്നവരാണ് മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാര്. വഹൽ യത്റുകു അഹദുൻ അൽ ബഹറ വയഅതി അസ്സാഖിയ, ആരെങ്കിലും ഒരാള് സമുദ്രത്തെ ഒഴിവാക്കി ഒരു കൈവഴിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തോടിലേക്ക് വരുമോ എന്ന് പറഞ്ഞാൽ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ ആ കാരുണ്യ സമുദ്രത്തില് മുങ്ങി തുടിച്ചുകൊണ്ടിരിക്കുന്ന മുരീദന്മാർ അവരെന്തിന് മറ്റ് മശായിഖന്മാരെ തേടണം എന്നുള്ളതാണ് മഹാനവറുകൾ പറഞ്ഞത്. അപ്പൊ അത്രക്കേറെ മഹത്വവും കാരുണ്യത്തിന്റെ അത്രക്കുമേൽ നമ്മളുടെ മേൽ ചൊരിക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ ഒരു മുരീദായി മാറുക എന്നുള്ളതാണ് നമ്മളുടെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊക്കെ കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ മുരീദായി മാറണം. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ പ്രാസംഗികന്മാരും അവരുടെ പ്രസംഗത്തിൽ കൊണ്ടുവരുന്ന വരികളാണ് അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലെ താഴോസ്താദിന്റെ വരികൾ. അതിലെ ആ ഗ്രന്ഥത്തിന്റെ 291 പേജിൽ മഹാനവറുകൾ ഷെയ്ഖ് മുരീദ് ബന്ധത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: ഷെയ്ഖും മുരീദും എന്നതിന്നസ്ലുള്ളതാ, ഈ സംഭവം അതിലേക്ക് തെളിവാകുന്നതാ. മഹാനവറുകള് താഴ ഉസ്താദ് ഒരു സംഭവം, ഒരു ഹദീസിലെ ഒരു സംഭവം, ആ സംഭവം
ഞാൻ വിശദീകരിക്കും. ആ സംഭവം പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ പറയുകയാണ്, ജീവിക്കുമ്പോ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷെയ്ഖുമായി ബന്ധപ്പെട്ട് മുരീദായി ജീവിക്കണം. അതിന് വല്ല അസ്ലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുകളിൽ വിശദീകരിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതിന് അസ്ലുണ്ട് എന്ന് മഹാനവറുകൾ പറയുന്നു. ഇത് ശൈഖുനാ ഹാഫിൽ ജലാലുദ്ദീനി സുയൂത്തി റിപ്പോർട്ടുണ്ട് യാ ഇഖ്വാനി. അപ്പോ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖും മുരീദുമായി ജീവിക്കണം എന്നുള്ളതിന് അടിസ്ഥാനമുണ്ട് എന്ന് മഹാനവറുകൾ പറയുന്നു. അതിന് കാരണമായ ഒരു ഹദീസ് വളരെ സുപരിചിതമായ ഒരു ഹദീസാണ്. ആ ഹദീസ് മഹാനവറുകൾ തൻ്റെതായ ശൈലിയിൽ വളരെ വൃത്തിയായി ഭംഗിയായി വിശദീകരിക്കുന്നുണ്ട്. പറയുന്നു, സയ്യിദുനാ അലി റളിയല്ലാഹ് ചോദിച്ചു നബിയോടൊരു ദിനം സല്ലല്ലാഹ്. മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ഒരു കാര്യം ചോദിക്കുകയാണ്. റബ്ബിന്റെ സാമീപ്യം ലഭിക്കാനെന്താ വഴി അസ്ഹലായതുണർത്തു നബിയേ അൻത. മുത്ത് തങ്ങളെ, അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും സരളമായ, അസ്ഹലായ, ഏറ്റവും അക്രബായ ഒരു വഴി അത് പറഞ്ഞു തരണമെന്നാണ് മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്. അപ്പൊ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ദിക്റിൽ ദവാമാകേണ്ടതാ നീ സിറിലും, അതുപോലെ റബ്ബിന് ദിക്ർ ചെയ്തോ ജഹ്റിലും. രഹസ്യവും പരസ്യവുമായി എപ്പോഴും ദവാമായി റബ്ബിന് ദിക്ർ ചെയ്യണം എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, അപ്പോൾ പറഞ്ഞവർ, യാ റസൂലല്ലാഹി ചൊല്ലുന്ന ദിക്റൽ ലാവരും ലില്ലാഹി, എല്ലാവരും ദിക്ർ ചൊല്ലുന്നുണ്ട് അല്ലാഹുക്ക് വേണ്ടി. പ്രത്യേകമായി എനിക്കൊന്ന് കിട്ടണമെന്ന എനിക്കുള്ള ചോദ്യം പിന്നെയും അതു തന്നെ. എല്ലാവരും ദിക്ർ ചൊല്ലുന്നുണ്ട്, എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ദിക്ർ വേണം എന്ന് ചോദിച്ചപ്പോ ഉടൻ തിരുനബി മുസ്തഫ പറയുന്നു, കാര്യം അലിയെ അറിയണം എന്തെന്ന്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആരാർക്കും ഇല്ലാത്ത സവിശേഷമായ ഒരു ദിക്ർ, ഞാനും കഴിഞ്ഞ പ്രവാചകന്മാർ സകലരും എന്തോ പറഞ്ഞോ അവയിലെല്ലാം നല്ലതും. കലിമത്തു തൗഹീദാണലിയെ മെച്ചവും, ആകാശഭൂമികൾ രണ്ടിനേക്കാൾ തൂക്കവും. കലിമത്ത് തൗഹീദാകുന്ന ദിക്റാകുന്നു എല്ലാത്തിനേക്കാളും. ആകാശഭൂമികൾ ഒരു തട്ടിലും കലിമത്ത് തൗഹീദ് മറുതട്ടിലും വെച്ചാൽ കലിമത്ത് തൗഹീദിന് ഭാരമുണ്ടാകുന്ന ആ കലിമത്ത് തൗഹീദാണ് വേണ്ടത്. ഭൂമിക്കു മുകളിൽ ആരുമല്ല എന്ന് പറയാനൊരാളില്ലാതെ വന്നാലന്ന് ഊതും അലിയെ സൂറു ഇസ്രാഫീല് എന്നു പറഞ്ഞവരോടുടൻ
ഇഖ്ലീലേ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമി അവസാനിക്കുന്നത്, അന്ത്യദിനമാകുന്നത് അല്ലാഹ് എന്ന് പറയാൻ പറ്റുന്ന ഒരാള് ഭൂമിയിൽ ഇല്ലാത്ത ഒരവസ്ഥ സംജാതമാകുന്ന അവസരത്തിലായിരിക്കും ഈ ഭൂമി നശിക്കുക എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് ശേഷം അപ്പോൾ അവർ ചോദിച്ചു നബിയോടന്ന്, ദിക്റെങ്ങന ചെയ്യേണ്ട കൈഫിയത്തെന്ന്, എങ്ങനെയാണ് ദിക്ർ ചെയ്യേണ്ടത്, എങ്ങനെ ദിക്ർ ചെയ്യണം എന്നുള്ളത് മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. കണ്ണും മടക്കുക പിന്നെ എന്നിൽ നിന്ന്, കേട്ടിട്ട് നീ അതുപോലെ ചെയ്യുക ഇന്ന്. കണ്ണും അടച്ചിട്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു കൊടുക്കുന്ന ദിക്ർ അതുപോലെ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ഒരു 3 വട്ടം കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുത്തുടൻ ഏറ്റു ചൊല്ലി ഷഹീദ്. അങ്ങനെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പയിൽ നിന്ന് ദിക്ർ മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുകയുണ്ടായി. പരമ്പരാഗതമായി മശായിഖന്മാരിലൂടെ അങ്ങനെ ദിക്റുകൾ ഏറ്റുചൊല്ലുന്ന, ഏറ്റ് വാങ്ങുകയും അത് നെഞ്ചോട് ആത്മാവിനോട് ചേർത്ത് മുരീദന്മാര് കൊണ്ടു നടക്കുന്ന ഒരു പതിവ്, അത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പാന്റെ കാലഘട്ടം മുതൽ ഇന്നും എന്നും നിലനിൽക്കുന്ന ഒരു അസ്ലുള്ള കാര്യമാണ് എന്നാണ് മഹാനരായ തഅവ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ശൈഖും മുരീദും എന്നതിനസ്ലുള്ളതാ, ഈ സംഭവം അതിലേക്ക് തെളിവാകുന്നതാ. ഈ ഹദീസ് മഹാനരായ അൽ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഹദീസ് ഒരു മുരീദായി ജീവിക്കണം. ദീനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു ശൈഖിനെ സമീപിച്ചുകൊണ്ട് ദിക്ർ സ്വീകരിക്കണം, അങ്ങനെ മുരീദായി ജീവിക്കണം എന്നതിന് അസ്ലുണ്ട് എന്നുള്ളത് മഹാനവറുകള് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണത്. മഹാനരായ ഷഅറാനി ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അൽ അൻവാറുൽ ഖുദ്സിയ എന്ന ഗ്രന്ഥത്തില് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദിക്ർ തന്റെ സഹാബാക്കൾക്ക് സംഘമായിട്ടും അതേപോലെ ഒറ്റക്കും കൊടുത്തിരുന്നു എന്നുള്ളതിന് ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനമായിട്ട് അതില് ഒരു സംഭവം പറയുന്നത്, ഫറവൽ ഇമാം അഹ്മദ് വൽ ബസ്സാർ വത്തബ്റാനി വഗൈറുഹും ബിഇസ്നാദിൻ ഹസനിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പ ഒരു ദിവസം തന്റെ സഹാബാക്കളോടൊത്തിയിരിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കുകയാണ്, ഹൽ ഫീകും ഗരീബ്, നിങ്ങളിൽ ഗരീബായ ആളുണ്ടോ? ഗരീബ് പറഞ്ഞാല് പരിചയമില്ലാത്ത ആള് എന്നാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് യഅനി അഹ്ലൽ കിതാബ്, ഗ്രന്ഥത്തിന്റെ ഉടമകളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരു സദസ്സില്, സഹാബാക്കൾ മാത്രമുള്ള സദസ്സില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യമാണ്, നിങ്ങളിൽ അഹ്ലു കിതാബ് ആരെങ്കിലും ഉണ്ടോന്ന്, ഗരീബ് ആയ ആളുണ്ടോന്നാ ചോദ്യം. ഖാലു, അവര് പറഞ്ഞു, സഹാബാക്കൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, മുത്ത് റസൂലുള്ളാഹി ഇല്ല, ആരുമില്ല.
ഫഅമറ ബിഗൽഖിൽ ബാബി, വാതിലടക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. മുത്ത് റസൂലുള്ളാഹ് വളരെ രഹസ്യമായ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചത്. ആരുമില്ല എന്ന് പറഞ്ഞപ്പോ എന്നാ വാതിൽ കുറ്റിടൂ എന്ന് പറഞ്ഞിട്ട് മുത്ത് റസൂലുള്ളാഹി അവർക്ക് ബയത്ത് കൊടുക്കുകയാണ്. ഖാല ഇർഫഉ ഐദിയകും വഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, കൈകൾ ഉയർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വലിയൊരു സംഗതി, അഥവാ എല്ലാവരും നന്നാവണ്ടേ, ദിക്റിന്റെ വഴിയിലേക്ക് എല്ലാവരും എത്തണ്ടേ, ഇതൊരു പരസ്യമാക്കി എല്ലാവരോടും പറഞ്ഞൂടെ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. അതിന് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പ കാണിച്ചു തന്നതാണ്. രഹസ്യമാക്കിയിട്ടാണ് ഈ വിഷയങ്ങളെ കൊണ്ടുപോകേണ്ടതെന്ന്. ഖാല സയ്യിദി യൂസുഫുൽ അജമി റഹ്മഹുല്ലാഹ്, യൂസുഫുൽ അജമി റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഇന്നമാ അമറ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിഗൽഖിൽ ബാബി, വാതിലടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ലമ്മാ അറാദ അൻ യുലഖിന ജമാഅതൻ മിൻ അസ്ഹാബിഹി കമാ തഖദ്ദമ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു സംഘം സഹാബാക്കൾക്ക് ദിക്ർ കൊടുക്കുന്ന തൽഖീനിന്റെ അവസരത്തിൽ അതിനുദ്ദേശിച്ചപ്പോൾ എന്തിനാണ് വാതിലടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് വഖാല ഹൽ ഫീകും ഗരീബ്, നിങ്ങളിൽ യാനി അഹ്ലുൽ കിതാബ്, അഹ്ലു കിതാബായ ഗരീബ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോ വാതിലടച്ചോ എന്ന് പറയാൻ കാരണം ലിയുബയ്യിനഹു ലിയുബയ്യിന അന്ന അലാ അന്ന ത്വരീഖൽ ഖൗമി മബ്നിയത്തുൻ അലസ് സിത്രി, മഹാന്മാരുടെ വഴി, അന്ന ത്വരീഖൽ ഖൗമി, മഹാന്മാരായ മശായിഖന്മാരുടെ വഴി, മബ്നിയത്തുൻ അലസ് സിത്രി, അത് മറയിലായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. അത് രഹസ്യമായിട്ട് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് മാത്രം കൈമാറപ്പെടുന്ന രഹസ്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു വഴിയാണ് എന്ന് മാലോകരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ വാതിലടക്കാൻ വേണ്ടി പറഞ്ഞത്. ബിഖിലാഫി ശരീഅത്തിൽ മുതഹ്ഹറതി, ശരീഅത്ത് അങ്ങനല്ല. ഫലാ യംബഗി ലിഅഹദിൻ മിൻ അഹ്ലി ത്വരീഖ്, ത്വരീഖത്തിന്റെ അഹ്ലുകാർക്ക് പാടില്ല അൻ യതകല്ലമ ബിൽ ഹഖീഖത്തി ഇൻദമൻ ലാ യുഅ്മിനു ബിഹാ, ഹഖീഖത്ത് സംസാരിക്കാൻ പാടില്ല. അത് വിശ്വസിക്കാത്ത ആളുകളോട് ഹഖീഖത്തിനെ കുറിച്ച് സംസാരിക്കാതിരിക്കണം എന്നും മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഖൗഫൻ അൻ യുൻകിറഹാ ഫയംഖുത്, അവനത് നിഷേധിച്ചു കളയും. അതിന്റെ ബാലപാഠങ്ങൾ അറിയാതെ അതിന്റെ ഉള്ളറകളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ ഒറ്റയടിക്ക് മശായിഖന്മാരെയും വഴികളെയും നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിക്ർ കൊടുക്കുന്ന സാഹചര്യത്തിൽ വാതിലടക്കാൻ വേണ്ടി ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് എന്ന്. അപ്പൊ ഈ വഴി മഹാന്മാരുടെ വഴി, ആ മഹാന്മാരുടെ വഴികൾ അടക്കപ്പെട്ട വാതിലുകളല്ല, അത് തുറക്കപ്പെട്ടതാണ്. ആർക്കും അതിലേക്ക് കടന്നു വരാം. പക്ഷേ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ മനസ്സിലാക്കാൻ കഴിയാത്ത വളരെ മറഞ്ഞ വഴിയായതുകൊണ്ട് തന്നെ അവർ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ ഒരുക്കി തന്നിട്ടുണ്ടാകും. അവരെ സമീപിക്കാനുള്ള വഴികൾ,
ആ വഴിയിൽ മഹാന്മാരിലേക്ക് നേരിട്ട് നമ്മൾക്ക് കയറിച്ചെല്ലാൻ പറ്റാതിരിക്കുമ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് അതിലേക്ക് കയറി വരാൻ വേണ്ടി തുറക്കപ്പെട്ട കവാടം പോലെയാണ് അവർ സ്ഥാപിച്ച മജ്ലിസുകൾ എന്ന് പറയുന്നത്. മജ്ലിസിലാകുമ്പോ എല്ലാവർക്കും കയറി വരാം. മശായിഖന്മാരുടെ രഹസ്യമായ സദസ്സുകളിലേക്ക് അവരെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും അവരിൽ നിന്ന് അനുഭവിക്കുകയും ചെയ്തവർക്കാണ് അതിൽ നിൽക്കാനുള്ള ഒരു കരുത്തുണ്ടാകുക. അപ്പൊ അവരതിനുള്ള സാഹചര്യങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഒരുക്കി വച്ചിട്ടുണ്ടാകും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവാടമാണ് മഹാന്മാരുടെ വഴിയിലേക്ക്, രഹസ്യത്തിന്റെ വഴിയിലേക്ക്, ദിക്റിന്റെ വഴിയിലേക്ക്, മുരീദും ഷെയ്ഖുമാകുന്നതിന്റെ വഴിയിലേക്ക്, ഷെയ്ഖിനോട് അടുപ്പമായി അങ്ങനെ മുരീദായി ജീവിക്കുന്ന ഒരു വഴി സ്വീകരിക്കാൻ മഹാന്മാര് സ്ഥാപിച്ച മജ്ലിസുകൾ. ആ മജ്ലിസാണ് നമ്മളുടെ മജ്ലിസുകൾ. ആ മജ്ലിസുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് കയറി വരുമ്പോൾ മഹാന്മാരുടെ വഴിയിലേക്കും കൂടി നമ്മൾക്ക് പ്രവേശനം ഉണ്ടാവുകയാണ്, കൂടുതൽ അടുപ്പമുണ്ടാവുകയാണ്. അവരുടെ പൊരുത്തത്തിനും അവരുടെ തിരുനോട്ടങ്ങൾക്കും നമ്മൾ കാരണഭൂതരായി മാറുകയാണ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കൊന്നും അറിയില്ലെങ്കിലും മഹാന്മാര്, അത്യുന്നതമായ പദവി അലങ്കരിച്ചിരിക്കുന്ന മഹാന്മാര്, അവരുടെ ഒരു കാലിലെ മണ്ണ് ആയിട്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ സൗഭാഗ്യമുണ്ടാകണം. അന്ത്യദിനം വരെ എല്ലാ കാലഘട്ടങ്ങളിലും മശായിഖന്മാരുടെ വഴിയിലായി ജീവിച്ച് അതിൽ നിന്ന് തെറ്റിപ്പോകാതെ പതറിപ്പോകാതെ കലിമത്ത് തൗഹീദിന്റെ നമ്മളെ ശൈഖ് തങ്ങൾ ഉപ്പാപ്പാന്റെ കദമിലായി എന്നെന്നും നിലനിൽക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. മഹാന്മാരുടെ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ കാമിലായ ദിക്റിന്റെ വഴി എന്ന് പറയുന്നത് അത് ഇന്നും നിലനിൽക്കുന്ന ഒരു വഴിയാണെന്ന് മനസ്സിലാക്കി മഹാന്മാരെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തുറക്കപ്പെട്ട വാതില് പോലെ നമ്മളുടെ ശൈഖ് തങ്ങൾ ജാദിയേരി ഉപ്പാപ്പ സ്ഥാപിച്ച മജ്ലിസുകളുണ്ട് എന്ന് മനസ്സിലാക്കി ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ദീനിന്റെ വഴിയാണെന്ന് മനസ്സിലാക്കി അടിസ്ഥാനമുള്ള ദീനിൽ അടിത്തറയുള്ള ഒരു വഴിയാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.